എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് 3 വെറൈറ്റി സ്നാക്കുകളാണ് തയ്യാറാക്കുന്നത്. സ്പൈസി ആയിട്ടുള്ള സ്നാക്കും മധുരമുള്ള സ്നാക്കും തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. ബ്രെഡും മുട്ട കൊണ്ടും ബ്രെഡും ഉരുളക്കിഴങ്ങ് കൊണ്ടും ബ്രെഡും പഴം കൊണ്ടിട്ടൊക്കെ നമ്മൾ റെസിപ്പി തയ്യാറാക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിലും എന്നാൽ നല്ല ടേസ്റ്റിലും തയ്യാറാക്കുന്ന സ്നാക്കുകളാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ തയ്യാറാക്കുന്നത് ബ്രെഡും ഉരുളക്കിഴങ്ങും കൊണ്ടിട്ടുള്ള ഒരു സ്പൈസി സ്നാക്കാണ്. ആദ്യം 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി വേവിക്കണം. ഇനി ഉരുളക്കിഴങ്ങ് വെന്ത് കഴിയുമ്പോൾ വെള്ളം മാറ്റി ചൂടോടുകൂടി നല്ലതുപോലെ ഒടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഒരു സവാള, ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 3 ബ്രെഡ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. ഇതിലേക്ക് ചേർക്കാം. ഇത് നല്ലോണം മിക്സ് ആക്കണം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ യാതൊരു വ്യത്യാസവും വരുത്താതെ വേണോട്ട് നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. നല്ല സ്പൈസി നല്ല ടേസ്റ്റിയുമുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ഇത് നമുക്കിനി ഉരുളാക്കാൻ വിധത്തിൽ ഇങ്ങനെ നല്ലോണം കുഴച്ചെടുക്കണം. എന്നിട്ട് നമ്മളിത് ഉരുളയാക്കി എടുക്കാം. ശേഷം കട്ട്ലറ്റിൻ്റെ ആകൃതിയിൽ നമുക്കിത് പരത്തിയെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഉരുട്ടി എടുക്കാം. പിന്നെ ഇനി നമുക്ക് ഒരു കോഴിമുട്ട അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. പിന്നെ 2 ബ്രെഡ് ഒന്ന് പൊടിച്ച് വെക്കണം. ശേഷം ഇത് മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ബ്രെഡിൻ്റെ യാതൊരു മതിരിപ്പൊന്നും ഇല്ലാത്ത നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ 7 സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി രണ്ടാമത്തെ സ്നാക്ക് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ 3 ബ്രെഡ് പീസസ് എടുത്തിട്ടുണ്ട്. ആദ്യം ബ്രെഡിൻ്റെ നടുഭാഗം ഇങ്ങനെ ഒന്ന് മുറിച്ച് മാറ്റി കൊടുക്കണം. ശേഷം പാൻ ചൂടാക്കി ബട്ടറോ നെയ്യോ പുരട്ടി കൊടുക്കാം. ഇനി അതൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ ബ്രെഡ് വെച്ച് കൊടുക്കണം. ഈ സമയത്ത് നല്ലോണം കുറച്ചിടണം. ശേഷം ഒരു കോഴിമുട്ട ഇതിൻ്റെ നടുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്യാപ്സിക്കം, തക്കാളി, സവാള ഇതൊക്കെ ഇട്ട് കൊടുത്തു. ശേഷം ഉപ്പുപൊടി വിതറി കൊടുക്കണം. ഇനി കുരുമുളക് പൊടിയും ഒന്ന് വിതറി കൊടുക്കാം. ശേഷം ഒരു നുള്ളു ഒറിഗാനോ ഞാടുന്നുണ്ട് കേട്ടോ. ഒറിഗാനോ ക്യാപ്സിക്കം ഒക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ആ ചെറിയ പീസ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ചെറുതായിട്ട് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ശേഷം ഇതിൻ്റെ മുകളിൽ കൂടി കുറച്ചുകൂടി ബട്ടർ നമ്മൾ തേച്ചിട്ട് നമുക്ക് മറിച്ചിടാം. ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ട് സ്കൂളിൽ വിട്ട് വരുമ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടും. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു വെറൈറ്റി സ്നാക്കാണ്. അപ്പോൾ നമുക്കിനി അടുത്ത സ്നാക്ക് തയ്യാറാക്കാം. അതിനായിട്ട് പാൻ ഒന്ന് ചൂടാക്കാം. ശേഷം 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി നെയ്യ് മെൽറ്റായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ഇടാം. ഈ സമയത്ത് നല്ലോണം കുറച്ചിടണം. കാഷ്യൂനട്ട് കരിഞ്ഞു പോകരുത്. ഇനി കാഷ്യൂനട്ട് ബ്രൗൺ കളറായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ചേർക്കാം. അതും നേരി ചൂടിൽ കിടന്ന് വീർത്ത് വരുമ്പോൾ 3 കോഴിമുട്ട ഇട്ട് കൊടുക്കാം. ഇനി 2 മിനിറ്റ് ആകുമ്പോഴേക്കും അതൊന്ന് വഴറ്റണം. ശേഷം 2 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും 3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഏകദേശം 1 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ നേരിയ മധുരത്തിലാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത്. 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു നുള്ള് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നല്ലോണം മിക്സ് ചെയ്യുക. ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ ഫില്ലിങ് തയ്യാറായി. ഇനി നമ്മളൊരു 8 ബ്രെഡ് പീസസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് 2 ട്രിപ്പായിട്ടാണ് പൊടിച്ചെടുത്തത്. ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളം കൂടി പോകരുത് കേട്ടോ. നമുക്ക് ഉരുളയാക്കാൻ പറ്റണം. ആ ഒരു രീതിയിൽ നമ്മൾ എടുത്താൽ മതി. ഇനി നമ്മളിതൊന്ന് ഉരുളയാക്കിയിട്ട് പരത്തിയെടുക്കണം. കൈവെള്ളയിൽ വെച്ച് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ പരത്താൻ പറ്റുന്നില്ല, ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ ഒന്ന് വെള്ളം തളിച്ചാൽ മതി. എന്നിട്ട് ഇത് പരത്തിയ ശേഷം നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഇത് ഉന്നക്കായുടെ ആകൃതിയിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കാം പൊട്ടിപ്പോവാതെ.
ഇപ്പോൾ എന്നിട്ട് നമ്മൾ ഇതുപോലെ എല്ലാം ഉരുട്ടിയെടുക്കുക. ശേഷം നമുക്കിത് ഓയിലിൽ മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. ഒരുപാട് ഫ്ലെയിം കുറച്ചിട്ടിട്ടുണ്ടെങ്കിൽ എണ്ണ കുടിക്കും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ അടുത്ത റെസിപ്പിയൊക്കെ ആയിട്ട് കാണാം. താങ്ക്